ആദ്യത്തെ ട്രംപ് സർക്കാരിനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരായും ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങൾക്കെതിരായും നിരന്തരം പരാമർശങ്ങൾ നടത്തുന്നതാണ് ട്രംപുമായി ബന്ധപ്പെട്ട് നാം ആദ്യം കണ്ടത്. പക്ഷേ ട്രംപിൻ്റെ രണ്ടാം സർക്കാർ വന്നപ്പോൾ പൂർണ്ണമായി തന്നെ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. അമേരിക്കയെ തന്നെ ഇനി ഇസ്ലാം വിഴുങ്ങിയാൽ പോലും ട്രംപ് മൗനം പാലിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മാറാനുള്ള കാരണം എന്താണ്? ശ്രീജിത്ത് പറഞ്ഞത് ശരിയാണ്. ഒന്നാം ട്രംപ് സർക്കാർ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ, ജിഹാദി ഭീകരതയ്ക്കെതിരെ അതിശക്തമായ നടപടികൾ സ്വീകരിച്ചു. ഇസ്രയേലിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. ഇന്ന് മാത്രമല്ല, അത് നൽകുകയും ചെയ്തു. വലിയ രീതിയിൽ ഈ ജിഹാദി ഭീകരതയ്ക്കെതിരെ ലോകമെങ്ങും നടപടി സ്വീകരിക്കാൻ രാഷ്ട്രത്തലവന്മാരെ പ്രേരിപ്പിക്കുന്ന ട്രംപിനെയാണ് നമ്മൾ ഒന്നാം ട്രംപ് സർക്കാരിൽ കണ്ടത്. എന്നാൽ ഇപ്പോൾ ഈ രണ്ടാമത് ട്രംപ് പുറത്തുപോയി, അതിനുശേഷം ബൈഡൻ വന്നു. ഇന്ന് ബൈഡനെ തോൽപ്പിച്ച് വീണ്ടും ട്രംപ് വരുന്നു. ആ ട്രംപ് വന്നപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു ട്രംപ് പഴയതുപോലെ ഇസ്ലാമിക ഭീകരതയ്ക്കെതിരെ, ജിഹാദി ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാടെടുക്കും, നടപടിയെടുക്കും എന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ കാണുന്ന കാഴ്ച ഈ ഭീകരതയോട്, പ്രത്യേകിച്ചും മതഭീകരതയോട് സന്ധി ചെയ്യുന്ന ട്രംപിനെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പ്രധാന കാരണം ട്രംപ് വലിയ കടക്കെണിയിലാണ്. അമേരിക്ക മാത്രമല്ല, ട്രംപ് തന്നെ ഏതാണ്ട് $1 ബില്യൺ കടത്തിലാണെന്നാണ് കിട്ടുന്ന വിവരം. അതുകൊണ്ട് ട്രംപിന് ഈ ഖത്തറുമായും സൗദിയുമായും ഇസ്ലാമിക രാജ്യങ്ങളുമായിട്ടുമൊക്കെ വലിയ രീതിയിൽ പല വിട്ടുവീഴ്ചകളും ചെയ്ത് ചില ധാരണകൾ ഉണ്ടാക്കേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കുമല്ലേ ഇസ്രായേലിനെല്ലാം പരമാവധി തങ്ങളുമായി അടുത്ത ബന്ധം ഒഴിവാക്കാനുള്ള ശ്രമം പലപ്പോഴും കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ ഇറാൻ്റെ വിഷയത്തിൽ തന്നെ ട്രംപ് വലിയ രീതിയിൽ പിന്നാക്കം പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് എന്താണ് ഇപ്പോൾ ട്രംപ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ നിലപാട് മാറ്റം ട്രംപിന് വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ അമേരിക്കയിലെ സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ എല്ലാം താറുമാറായി കിടക്കുകയാണ്. അമേരിക്ക വലിയ കടത്തിലാണ്. എത്ര ട്രില്യൺ കടത്തിലാണ് അമേരിക്ക നിൽക്കുന്നത്. ചെറിയ തുകയൊന്നുമല്ല, വലിയ കടത്തിലാണ് അമേരിക്ക നിൽക്കുന്നത്. അതുപോലെ അവിടെ നമ്മൾ അറിയുന്നത് ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു പൗരൻ $1,10,000 കടത്തിലാണ്. ഒരു പൗരൻ, ഒരു അമേരിക്കൻ പൗരൻ്റെ കടം എന്ന് പറയുന്നത് തലയെണ്ണി എടുത്താൽ $1,10,000 കടത്തിലാണ് നിൽക്കുന്നത്. അത് എത്ര വലിയ തുക വരും എന്നൊന്ന് കണക്കുകൂട്ടി നോക്കിയാൽ മതി. ഒരു ഡോളറിന് ഏതാണ്ട് 80-85 രൂപ ഇന്ത്യൻ രൂപ. അതിൽ കണക്കുകൂട്ടി നോക്കിയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ കടത്തിലാണ് അമേരിക്ക ചെന്ന് പെട്ടിരിക്കുന്നതെന്ന്. ഇനി നമ്മൾ ഈ അറബ് രാഷ്ട്രങ്ങളുടെ കാര്യം എടുക്കാം. അത് ഖത്തറാകട്ടെ, സൗദി ആകട്ടെ, പിന്നെ മറ്റ് രാജ്യങ്ങളാണ്. ഒരു ട്രംപിൻ്റെ ഭരണം കേരളത്തിലെ പിണറായി സർക്കാരിന് സമാനമായി പോകുകയാണല്ലേ ആ രീതി? തീർച്ചയായിട്ടും. ഞാൻ അതാണ് പറയാൻ വന്നത്. ഈ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൈവശം ധാരാളം പണമുണ്ട്. എണ്ണ വിറ്റ് കിട്ടിയ പണം അവർക്ക് അവരുടെ രാജ്യത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും മറ്റുമൊക്കെ അവർ ചെലവാക്കിയിട്ട് ഈ വ്യക്തിപരമായിട്ട് തന്നെ ഇവരുടെ കൈവശം വലിയ രീതിയിൽ പണമുണ്ട്. നമുക്കറിയാം, ഈ ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ച്, ശരിയ നിയമം അനുസരിച്ച് പണം ബാങ്കിലിട്ട് പലിശ വാങ്ങാൻ പാടില്ല. അതിന് പകരം അവിടുത്തെ ബാങ്കുകൾ, ഇസ്ലാമിക് ബാങ്കിങ് സിസ്റ്റം ഉണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ. അപ്പോൾ നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ബാങ്കുകളുണ്ട്. ദുബായ് ഇസ്ലാമിക് ബാങ്കുണ്ട്, ഹബീബ് ബാങ്കുണ്ട്, അതുപോലെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കുണ്ട്. ഇങ്ങനത്തെ അവിടുത്തെ വലിയ ബാങ്കുകളാണ് ഇതൊക്കെ. ഈ ബാങ്കുകളെല്ലാം പ്രവർത്തിക്കുന്നത് ശരിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാമിക് ബാങ്കിങ് ആണ് അവിടെയെല്ലാം. ഈ ബാങ്കിൻ്റെ ഒരു പദ്ധതി അനുസരിച്ച് കേരളത്തിലൊരു ബാങ്ക് തുടങ്ങാനാണ് പണ്ട് പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആലോചിച്ചത്. അത് നടക്കില്ല എന്നവർക്ക് മനസ്സിലായി. അതിനു മുമ്പും ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്ന കാലത്തും അങ്ങനെ ഒന്ന് തുടങ്ങാൻ ആലോചിച്ചു. അതായത് ആ ബാങ്കിൽ പലിശ ഉണ്ടാകില്ല. പകരം നമ്മൾ അവിടെ നിക്ഷേപിക്കുകയാണ്. 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ അത് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ഇത്ര ശതമാനം ഒരു ലാഭവിഹിതമായിട്ട് കിട്ടും. പലിശ കൊടുക്കുന്നതിന് പകരം നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിക്കുമ്പോൾ 10% പലിശയാണെന്നിരിക്കട്ടെ ഒരു വർഷത്തേക്ക്.
ഇവിടെ പലിശ എന്നുള്ള പേര് മാറ്റിയിട്ട് അവിടെ ലാഭവിഹിതം എന്നാക്കുന്നു. അങ്ങനെ ലാഭവിഹിതം കൊടുക്കുകയാണ്. അതുപോലെ ഈ ഖത്തറിൻ്റെ കയ്യിലും സൗദിയുടെ കയ്യിലും ഒക്കെ ഇരിക്കുന്ന പണം അമേരിക്കയിൽ നിക്ഷേപിക്കാൻ അവർ തയ്യാറാണ്. വലിയ തോതിൽ നിക്ഷേപിക്കുമ്പോൾ അമേരിക്ക അതിന് പലിശ കൊടുക്കേണ്ട, പകരം ലാഭവിഹിതം കൊടുക്കണം. അതിനകത്തൊരു വലിയ അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ ശരിയ നിയമം അനുസരിച്ച് ഈ രീതിയിലുള്ള ബാങ്കുകൾ ഇപ്പോൾ നിലവിൽ ഇസ്ലാമിക് ബാങ്കിങ് അമേരിക്കയിൽ ഉണ്ട്. ശരിയ ഫണ്ടിങ് ആണ് ഈ നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശരിയ ഫണ്ടിങ്ങിൽ കുറെ കൂടി വ്യാപകമായിട്ട് ഇസ്ലാമിക് ബാങ്കുകൾക്ക് അവിടെ അവസരങ്ങൾ തുറന്നു നൽകുന്നു. അതുവഴി ഈ അറബ് രാഷ്ട്രങ്ങൾ അമേരിക്കയിലേക്ക് പണം പമ്പ് ചെയ്യുന്നു, പണം നിക്ഷേപിക്കുന്നു. ആ നിക്ഷേപിക്കുന്നതിനകത്തുള്ള അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ ബാങ്ക് നിക്ഷേപിക്കപ്പെടുന്ന പണം അവിടെ വികസന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുന്നു. ഇപ്പോൾ അമേരിക്ക നേരിടുന്ന വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. പണമില്ല അത് കൊടുക്കാൻ. കേരളത്തിൻ്റെ അതേ അവസ്ഥയാണ്. ഇവിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ 1600 രൂപ വെച്ച് കൊടുക്കാൻ കഴിയുന്നില്ല സർക്കാരിന്. അതിനുള്ള പണം ഇവിടെ കിട്ടുന്നില്ല. ഇനി രണ്ടാമത്തത്, അവിടെ ഇൻഷുറൻസ് മേഖലയിൽ വലിയ നഷ്ടമാണ്. ഈ ജനങ്ങൾക്ക് അവിടെ ആരോഗ്യ ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുകയാണെന്നിരിക്കട്ടെ, അത് വലിയ രീതിയിൽ അവർക്ക് ജനങ്ങൾക്ക് ഇന്ന് ചികിത്സാ സൗകര്യങ്ങൾ അവിടെ വളരെ കോസ്റ്റ്ലിയാണ്. നമ്മളതിന് വലിയ പേയ്മെൻറ്റ് കൊടുക്കണം. അങ്ങനെ വലിയ തുകകൾ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വരുമ്പോൾ അത് ഈ ഇൻഷുറൻസ് കമ്പനി വഴിയാണ് അതൊക്കെ നടക്കുന്നത്. നമ്മളിവിടത്തെ പോലെ നേരിട്ട് ചെന്ന് അങ്ങ് പണം കൊടുത്ത് എത്രയാ, ഒരു പനി വന്നു, 2 ദിവസം ആശുപത്രി കിടന്നു, അവിടെ ചെല്ലുന്നു, എത്രയായി, അത് നിങ്ങൾക്ക് 25,000 രൂപയായി, നമ്മൾ അക്കൗണ്ടിൽ നിന്ന് പണം ഗൂഗിൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ പിന്നെ ബാങ്കിങ് ഇതിൽ ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ എണ്ണി കൊടുക്കുന്നു പണം. അവിടെ അങ്ങനെ പറ്റില്ല. അത് മെഡിക്കൽ ഇൻഷുറൻസ് വഴിയേ സാധ്യമാവുള്ളൂ. ഈ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളെല്ലാം വലിയ നഷ്ടത്തിലാണ് അമേരിക്കയിൽ. ഇനി തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ് അമേരിക്കയിൽ. നമ്മൾ കരുതുന്ന പോലെയല്ല. ഈ സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ കൂടുതലും ഇന്ത്യക്കാരും ചൈനക്കാരും ഒക്കെയാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് അത്രയും അമേരിക്കക്കാർക്ക് കൊടുക്കുന്ന അത്രയും പേയ്മെൻറ്റ് കൊടുക്കണ്ട എന്നൊരു സൗകര്യമുണ്ട്. പക്ഷേ എങ്കിലും അമേരിക്കയിൽ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ്. ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഇതിൻ്റെ പുറത്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധി കൂടി വന്നിരിക്കുന്നത്. ഇതെല്ലാം നേരിട്ട് കൊണ്ടിരിക്കുന്ന ട്രംപിന് ഈ ശരിയ ഫണ്ടിങ് വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ട് ഖത്തറും സൗദിയും ഒക്കെ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ട്രംപ് അനുസരിക്കും. കാരണം അവരുടെ കയ്യിലുള്ള ഭീമമായ തുകകൾ അമേരിക്കയിലേക്ക് വരണം. അതാണ് ട്രംപ് അവിടെ ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. വേണ്ടി വന്നാൽ അമേരിക്കയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ പോലും ട്രംപ് തയ്യാറാവും. ട്രംപ് അതിന് വഴങ്ങും, ഒരു സംശയവും വേണ്ട. നാളെ ഇതിനെതിരെ എന്തുകൊണ്ടായിരിക്കും? ഈ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അതെ. അപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇത് എത്രത്തോളം ഉൾക്കൊള്ളാൻ ശ്രമിക്കും? ഈ സാധാരണക്കാരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. സോഷ്യൽ സെക്യൂരിറ്റി അത് വലിയ അതാണ് ഈ ട്രംപിൻ്റെ ഇസ്ലാമിക ഭീകരത നാം കണ്ടതാണ്. ലോകരാജ്യങ്ങളിൽ ഇത്രത്തോളം ഇസ്ലാമിക ഭീകരതയുടെ ഈ പണി വാങ്ങിക്കൂട്ടിയ രാജ്യം മറ്റൊന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വേൾഡ് ട്രേഡ് സെന്ററുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അറിയാമല്ലോ. അങ്ങനെ ഇസ്ലാമിക ഭീകരവാദത്തിന് ഇരയായ ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് അങ്ങനെ ട്രംപിന് അനുകൂലമായി സംസാരിക്കാൻ കഴിയുമോ? അവർ ട്രംപിന് അനുകൂലമായിട്ട് സംസാരിച്ചില്ലെങ്കിലും ഇതവിടെ സംഭവിക്കും. കാരണം ഈ ഇസ്ലാമിക ഭീകരത ലോകത്ത് വളർത്തിയതും പരിപോഷിപ്പിച്ചതും ആരാണ്? അതും ഈ അമേരിക്ക തന്നെയല്ലേ. താലിബാൻ. പക്ഷെ സ്വന്തം മണ്ണിൽ എന്തായാലും അമേരിക്ക അങ്ങനെ ഒരു സ്വപ്നം കാണുന്നില്ലല്ലോ. അല്ല, സ്വന്തം മണ്ണിൽ കാണുമോ ഇല്ലയോ എന്നുള്ളതല്ല, സ്വന്തം മണ്ണിൽ കണ്ടിട്ടല്ലല്ലോ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കപ്പെട്ടത്. അവരവിടെ ഇസ്ലാമിക ഭീകരതയ്ക്കോ അല്ലെങ്കിൽ ഇസ്ലാമിനോ ഇടം നൽകിയില്ല. പക്ഷെ എന്നിട്ടും അത് ആക്രമിക്കപ്പെട്ടില്ലേ? ഈ താലിബാൻ എന്ന് പറയുന്നതിനും അൽ ഖ്വയ്ദയ്ക്കും ഒക്കെ ജന്മം കൊടുത്തതാരാണ്? അതിനെ വളർത്തിയതാരാണ്? അതിനെ പരിപോഷിപ്പിച്ചതാരാണ്? ഈ മധ്യ ഏഷ്യയിലടക്കമുള്ള പ്രശ്നങ്ങൾ, ഇറാൻ അടക്കമുള്ള ഇറാനെ തന്നെ 1979 ഒരു മതരാഷ്ട്രമാക്കാൻ മുൻകൈ എടുത്തതാരാണ്? അമേരിക്കയാണ്. അങ്ങനെ അമേരിക്ക വിതച്ചത് അമേരിക്ക കൊയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇനി വലിയ സമ്പത്ത് കയ്യിലില്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കയ്യിൽ പണമുണ്ടോ, നമുക്കത് എടുത്ത് എവിടെയും നിക്ഷേപിക്കാം, എന്തു ബിസിനസ്സും ചെയ്യാം, പണമെറിഞ്ഞ് പണമുണ്ടാക്കാം. ബുദ്ധിയും സാമർഥ്യവും കഴിവും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അത് കൈവശമുള്ള പണം ഉപയോഗിച്ച് നമുക്ക് വളർന്നു വലുതാകാം. ഇവിടെ ഈ കൈവശമുള്ള പണം പല വേണ്ടാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് ലോക പോലീസ് ചമഞ്ഞ് ഈ ലോകത്തെ മുഴുവനും ഭൂമിയെ മുഴുവനും കൈവിരൽ ഇട്ട് കറക്കാൻ നോക്കിയതല്ലേ അമേരിക്ക, അല്ലേ?
ഈ 90കളുടെ ആദ്യം സോവിയറ്റ് യൂണിയൻ തകർന്ന് തരിപ്പണമായി ശീതയുദ്ധം അവസാനിപ്പിച്ചപ്പോഴെങ്കിലും അമേരിക്കയ്ക്ക് അതൊക്കെ നിർത്താമായിരുന്നു. പക്ഷെ നിർത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അമേരിക്ക പോയി. അങ്ങനെ പോയതിൻ്റെ ഫലമാണ് ഇന്ന് അമേരിക്ക അനുഭവിക്കുന്നത്. ഇന്ന് അമേരിക്ക എന്ന് പറയുന്ന ഒരു കാലൊടിഞ്ഞ കുതിരയ്ക്ക് തുല്യമാണ്. അതിന് ഓടാൻ കഴിയില്ല. അതിനെ ഓടണമെങ്കിൽ ആ കുതിരയുടെ ഒടിഞ്ഞ കാല് ശരിയാക്കണം. ഒടിഞ്ഞ കാല് ശരിയാക്കാൻ ചികിത്സ വേണം, അതിന് പണം വേണം. ആ പണം ഇന്ന് അമേരിക്കയുടെ കയ്യിലില്ല. ആ പണമാണിന്ന് കൈനീട്ടി എരന്ന് സൗദിയുടെ കയ്യിൽ നിന്നും ഖത്തറിൻ്റെ കയ്യിൽ നിന്നും ദുബായിൽ നിന്നുമൊക്കെ UAE-യിൽ നിന്നുമൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇനി അങ്ങനെ പണം കൊടുക്കുമ്പോൾ അവർ പറയുന്നത് അമേരിക്ക അനുസരിക്കണം. അവരെന്താണോ പറയുന്നത് അത് അമേരിക്ക അനുസരിക്കണം. അങ്ങനെ ഒരു ഗതികേടിലേക്ക് അമേരിക്ക ചെന്നെത്തിയിരിക്കുകയാണ്. അത് അമേരിക്ക മാത്രമല്ല, ലണ്ടൻ, ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ, അതുപോലെ സ്വിറ്റ്സർലൻഡ്, അതുപോലെ ജർമ്മനി, ഇങ്ങനെ നിരവധി യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഈ രാഷ്ട്രങ്ങളെ ശരിയ ഫണ്ടിങ് ഉപയോഗിച്ച് ഈ ഇസ്ലാമിക വൽക്കരണത്തിൻ്റെ വായിൽപ്പെട്ടിരിക്കുകയാണ്. ആ ശരിയ ഫണ്ടിങ്ങിലൂടെ ഈ രാജ്യങ്ങളെ കൃത്യമായിട്ടും ഭാവിയിൽ ഈ രാജ്യങ്ങൾ ഇസ്ലാമികവൽക്കരിക്കപ്പെടും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതിലേക്ക് അവർ വളരെ വേഗത്തിൽ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ്, അതിലൊരു വഴിത്തിരിവ് മാത്രമാണ് ഈ ഇസ്ലാമിക് ബാങ്കിങ്. അതിന് അമേരിക്ക വഴങ്ങുന്നു, വഴിപ്പെട്ടിരിക്കുന്നു. ട്രംപിന് വേറെ നിവൃത്തിയില്ല. ട്രംപ് തന്നെ ചിലപ്പോൾ മതം മാറിയെന്നിരിക്കും.